ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? ഈക്വൽ ടു സൈൻ അല്ലേ? ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ? ഗ്രേറ്റർ ദാൻ പറഞ്ഞു, ലെസ് ദാൻ പറഞ്ഞു, ഈക്വൽ ടു പറഞ്ഞു. രണ്ട് നമ്പേഴ്സ് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ 3 സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഗ്രേറ്റർ ദാൻ, ഒന്ന് ലെസ് ദാൻ, ഒന്ന് ഈക്വൽ ടു. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് തുടങ്ങാനുള്ളത് എന്താണെന്നറിയോ? അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. അറിയോ എന്താണ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ? കേട്ടിട്ടുണ്ടോ? ആദ്യം നമുക്ക് അതിന്റെ സ്പെല്ലിംഗ് പഠിച്ചാലോ? അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ പഠിക്കാം. എല്ലാരും നോട്ട് എടുത്തേ. നോട്ട് എടുത്തോ? എന്നിട്ട് ഒരു പുതിയ പേജ് എടുത്തോ. എന്നിട്ട് അവിടെ ഹെഡിങ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെക്ക. എന്താ എഴുതേണ്ടതെന്ന് അറിയോ? മിസ് ഇപ്പൊ ടൈപ്പ് ചെയ്ത് തരാം. A S C E N D I N G. എന്താ വായിക്കുന്നേ? ascending. A S C E N D I N G. Ascending. O R D E R. Ascending order. Ascending order. സ്പെല്ലിംഗ് എല്ലാരും ഒന്നുകൂടി പറഞ്ഞേ. A S C E N D I N G. Ascending. O R D E R. Ascending order. എന്താ ascending order എന്ന് വെച്ചാല്? Do you know what is ascending order? നിങ്ങള് സ്കൂളില് അസംബ്ലിയിൽ നിൽക്കുന്നില്ലേ? ലൈനപ്പ് ചെയ്ത് നിൽക്കുന്നില്ലേ? ഓർമ്മയുണ്ടോ അസംബ്ലിയിൽ നിന്നത്? എങ്ങനെയാ നിൽക്കുക? എങ്ങനെയാ നിൽക്കുന്നേ? ഹൈറ്റ് അനുസരിച്ചല്ലേ നിൽക്കുക? ഏറ്റവും ഹൈറ്റ് കുറഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടില്, അതിൽ ഹൈറ്റ് കൂടിയാൽ അതിനും പുറകില്, അതിൽ ഹൈറ്റ് കൂടിയാൽ അതിനും പുറകില്, ഏറ്റവും ഹൈറ്റ് ഉള്ള ആൾ ഏറ്റവും പുറകില്. ആ ഓർഡറിലല്ലേ അസംബ്ലിയിൽ ലൈനപ്പ് ചെയ്യുന്നേ? ആണോ? ആണോ? എന്താ ആർക്കും റെസ്പോൺസ് ഇല്ലാത്തെ? അങ്ങനെയാണോ അസംബ്ലിയിൽ ലൈനപ്പ് ചെയ്യുന്നേ? യെസ്. ഹൈറ്റ് അനുസരിച്ചാണ് നിങ്ങൾ അസംബ്ലിയിൽ നിൽക്കുന്നത്. അതായത് ഏറ്റവും ചെറിയ ആള് ഏറ്റവും മുന്നില്, ഏറ്റവും വലിയ ആള് ഏറ്റവും പുറകില്. അത് തന്നെയാണ് അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ മീൻസ് ആരോഹണക്രമം. എന്താ? ആരോഹണം.
കേട്ടിട്ടുണ്ടോ ആരോഹണം എന്ന്? കേട്ടിട്ടുണ്ടോ? അതിന്റെ പുറകില് ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ. അസെൻഡിങ് ഓർഡർ എഴുതി അതിന്റെ ബ്രാക്കറ്റില് എഴുതി വെച്ചോ. എന്താ എഴുതണ്ടേ? മിസ് എഴുതിയത് ശരിയായില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്, കമ്പ്യൂട്ടറിൽ എഴുതുന്നതാണേ. ബ്രാക്കറ്റിൽ എഴുതുക. ആരോഹണക്രമം. ആരോഹണം എഴുതിയാ മതി. അസെൻഡിങ് ഓർഡർ എന്നുള്ളതിന്റെ ബ്രാക്കറ്റില് ആരോഹണം. എന്താ അസെൻഡിങ് ഓർഡർ? എന്താ അസെൻഡിങ് ഓർഡർ? നമുക്ക് കുറെ നമ്പേഴ്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. കുറെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സിനെ നമ്മളൊരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. എങ്ങനെ അറേഞ്ച് ചെയ്യും? ഏറ്റവും ചെറിയ നമ്പർ ആദ്യം എഴുതും, അതില് വലിയ നമ്പർ പിന്നെ, അതില് വലിയ നമ്പർ പിന്നെ, അതില് വലിയ നമ്പർ പിന്നെ, അതില് വലിയ നമ്പർ പിന്നെ, അങ്ങനെ എഴുതി എഴുതി ഏറ്റവും വലിയ നമ്പർ ഏറ്റവും അവസാനം. അങ്ങനെ എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്? അസെൻഡിങ് ഓർഡർ. That is when numbers are arranged from smallest number to biggest number, that arrangement is called ascending order. അതായത് കുറെ നമ്പേഴ്സിനെ നമ്മൾ ഏറ്റവും ചെറിയ നമ്പറിൽ നിന്ന് ഏറ്റവും വലിയ നമ്പറിലേക്ക് ക്രമത്തിൽ എഴുതിയാല് ആ എഴുതുന്നതിനെയാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ കൂടിക്കൂടി വരുന്നു, ഇൻക്രീസ് ചെയ്തു വരുന്നു. മനസ്സിലായോ എന്താ അസെൻഡിങ് ഓർഡർ എന്ന്? മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് സ്ക്രീനിൽ നോക്കിയാ. ഇപ്പം മിസ് സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നത് ആരും നോട്ടിൽ ഇപ്പൊ എഴുതണ്ട. എന്താ അസെൻഡിങ് ഓർഡർ? When numbers are arranged from smallest number to biggest number, it is called ascending order. When numbers are arranged from smallest number to biggest number, it is called ascending order. ഒന്ന് മിസ്സിന്റെ കൂടെ എല്ലാരും ഇതൊന്ന് വായിച്ചേ. സ്ക്രീനിൽ കാണുന്നത് ആരും ഇപ്പൊ എഴുതണ്ട. All of you listen. ആരും ഇപ്പൊ ഇത് നോട്ടിൽ എഴുതണ്ട. ഒന്ന് മിസ്സിന്റെ കൂടെ വായിച്ചേ. When numbers are arranged from smallest number to biggest number, it is called ascending order. വായിച്ചോ എല്ലാരും? വായിച്ചോ? ഓക്കെ. അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള നോട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക കേട്ടോ. അസെൻഡിങ് ഓർഡർ എന്താന്ന് കേട്ടോ. ഇപ്പൊ പുതിയൊരു പേജിൽ അസെൻഡിങ് ഓർഡറിന്റെ ഹെഡിങ് എഴുതിയില്ലേ, അതിന് താഴെ ഇപ്പൊ മിസ് ഇട്ട് തന്ന നോട്ട് ഉണ്ട്, അത് അതേപോലെ എഴുതി വെക്കാം.
അപ്പൊ അസെൻഡിങ് ഓർഡർ എന്താന്ന് മനസ്സിലായോ? മനസ്സിലായോ? എന്താ? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയാലോ? റെഡിയാണോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? കുറെ പേരെ കാണുമ്പോൾ ബോറടിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ, ഉണ്ടോ? എല്ലാരും ഒന്ന് എഴുന്നേറ്റ്, ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. ഉറക്കം വരുന്നുണ്ടോ? ഒന്ന് കൈവന്നിച്ചേ. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. Once more, hands up, hands down. Okay, sit down. ഇപ്പൊ ഓർക്കത്തിന്റെ മൂഡ് പോയില്ലേ? ഓക്കെ, അപ്പൊ എന്താ അസെൻഡിങ് ഓർഡർ? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. കുറച്ച് നമ്പേഴ്സ് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. റെഡിയാണോ? ത്രീ 7 2 5 1 9. ഇത്രയും നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? 3 7 2 5 1 9. ഈ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. എങ്ങനെ ചെയ്യും? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 3 ആണോ 7 ആണോ 2 ആണോ 5 ആണോ 1 ആണോ 9 ആണോ? ഏതാ ഏറ്റവും ചെറുത്? ഏറ്റവും ചെറുത് 1. 1 is the smallest number. Then first we write 1. Then next biggest number ഏതാ? തന്നിരിക്കുന്ന നമ്പേഴ്സിൽ നെക്സ്റ്റ് നമ്പർ വരുന്നത് 1-നേക്കാളും വലിയ നമ്പർ 1-നേക്കാളും വലിയ നമ്പർ ഏതാ? 1 കഴിഞ്ഞു വരുന്ന 3 ആണോ 7 2 5 9 2 അല്ലേ? Next comes 2. Next comes 2. Then 2 കഴിഞ്ഞിട്ട് ഏതാ വരാ? 2 കഴിഞ്ഞിട്ട് വരുന്ന വലിയ നമ്പർ ഏതാ? ഏതാ വരുന്നേ? 3 ആണോ 7 ആണോ 5 ആണോ 9 ആണോ? It is 3. Sorry, 3. First 1, then second 3 2, then 3. 3 കഴിഞ്ഞിട്ട് വരുന്ന തന്നിരിക്കുന്ന നമ്പേഴ്സിൽ 3 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഏതാ? 7 5 9. 3-നേക്കാളും വലിയ നമ്പർ 5. Then after 5, then comes 7. Then last 9. When we arrange the given numbers in ascending order, it comes like that: 1 2 3 5 7 9. തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് വരിക.
മനസ്സിലായോ? അസെൻഡിങ് ഓർഡർ എന്താന്ന് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ മനസ്സിലായോ? റെഡിയാണോ? ഓക്കെ, then take another example. "45, 34, 12, 67. Arrange these numbers in ascending order." Can you write that? എഴുതാൻ പറ്റുമോ ascending orderൽ? Just try to write. ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി നോക്കിയേ. ഒന്ന് നോട്ടില് ഈ നമ്പേഴ്സിനെ ascending orderൽ ഒന്ന് എഴുതി നോക്കിയേ. 45, 34, 12, 67. Numbers വേഗം ഒന്ന് നോട്ടിൽ എഴുതിയെടുക്കുക. After that, write these numbers in ascending order. ജൽവ, എന്താ എഴുതാത്തെ? This is your answer. 12, 34, 45, 67. ഇങ്ങനെ തന്നെയാണോ എഴുതിയേ? ആണോ? യെസ്, ഓക്കെ. അപ്പൊ ascending order എന്താന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? Is there any doubt? Is there any doubt? ഇന്നത്തെ ഹോംവർക്ക് ഏതാന്ന് പറയട്ടെ. പേജ് നമ്പർ 105. ascending and descending order എന്നുള്ളതിന്റെ ഹെഡിങ്ങിന്റെ താഴെ എക്സൈസ് 5.5 കണ്ടോ? എക്സൈസ് 5.5 അതിൽ a question, ആ പേജ് തന്നെയുള്ള ക്വസ്റ്റ്യൻ. arrange the numbers from the smallest to the biggest. Arrange the numbers from the smallest to the biggest. 6 set of numbers തന്നിട്ടുണ്ട്. Arrange these numbers from smallest to biggest. Smallest numberനെ biggest numberലേക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം മതി ഇന്നത്തെ ഹോംവർക്ക്. ഓക്കെ, ഹോംവർക്ക് മനസ്സിലായല്ലോ? ഇതൊന്ന് മാത്രം ചെയ്താൽ മതി. Don't do more that. ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യണ്ട. തൊട്ടടുത്ത പേജിലുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും ഒരാളും ആൻസർ ചെയ്യാൻ പാടില്ല ഞാൻ പറയാതെ. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും മതി. ascending order എന്താന്ന് പഠിച്ചല്ലോ. What is ascending order? When numbers are arranged from the smallest number to the biggest number, it is called ascending order. In the ascending order, listen all of you. In the ascending order, when numbers are arranged from smallest number to biggest number, it is called
അസെൻഡിങ് ഓർഡർ. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിലെ ഏറ്റവും ചെറുതിൽ നിന്ന് ഏറ്റവും വലുതിലേക്ക് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. എന്താ അസെൻഡിങ് ഓർഡറിന്റെ സ്പെല്ലിംഗ്? എന്താ അസെൻഡിങ് ഓർഡറിന്റെ സ്പെല്ലിംഗ്? ASCENDING. അസെൻഡിങ്. ഓർഡറിന്റെ സ്പെല്ലിംഗ് ORDER. അസെൻഡിങ് ഓർഡർ. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും മതി. ഡിസെൻഡിങ് ഓർഡറും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിപ്പോ. ഇന്ന് ഇത്രയും മതി കേട്ടോ.